എല്ലാവരും ഒന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തേ. ഒരു റീഡിങ്ങിന് പോകുമ്പോൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണിത് കേട്ടോ. ആരുടെ റീഡിങ്ങിനും വെക്കോ, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് കേട്ടോ. അത് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ മൈൻഡ് കാമാക്കിയ ശേഷം വേണം ഒരു റീഡിങ്ങിന് ഇരിക്കാൻ. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് റീഡിങ്സ് ആണെങ്കിലും നിങ്ങൾ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കണം കേട്ടോ. സ്പിരിറ്റ്സ് പ്ലീസ് ഗൈഡ് മീ, യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ഈ വീഡിയോ നിങ്ങളെ തേടി വന്നതാണ്, നിങ്ങളായിട്ട് തേടി വന്നതല്ല. ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം യൂണിവേഴ്സിൻ്റെ മെസ്സേജ് ഉണ്ട്. എന്താണ് ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവറിനുള്ള യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നോക്കാം. ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ എനിക്ക് കാണുന്നുണ്ട്. ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തി, അത് നിങ്ങളാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആവണം. നിങ്ങൾക്കതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് കാണുന്നത്. വാട്ട് എൽസ്? നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ഓൾറെഡി വന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഒരാൾ വരുന്നുണ്ട്, സ്പീഡിൽ വരുന്നുണ്ട്. ആരാണത്? യൂണിവേഴ്സ്. അടുത്തുള്ള ആളല്ല. അഗെയിൻ നോ കോണ്ടാക്ട് റീഡിങ്. അടുത്തുള്ള ആളല്ല, ദൂരെയുള്ള ആളാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുകയില്ല വരുന്നത്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് പോയി എന്നാണ്, ഇനി വരില്ല. ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ഡെത്ത് സംഭവിച്ചു എന്ന് ഓർത്താണ് നിങ്ങളിരിക്കുന്നത്. പക്ഷെ ആ വ്യക്തി പോയിട്ടില്ല, തിരിച്ചു വരുന്നുണ്ട്. കാര്യം നിങ്ങൾ സ്പിരിച്വലാണ്, നിങ്ങൾ അട്രാക്റ്റീവാണ്. അതുകൊണ്ടാണ് ഈ വ്യക്തി വരുന്നത്. വാട്ട് എൽസ്? ഇപ്പം തന്നെ നിങ്ങളെ ഓൺലൈനിൽ കൂടെ സ്പൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഓൺലൈനിൽ കൂടെ നിങ്ങളെ ലാസ്റ്റ് സീനും കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഇനി ഓൺലൈനായിട്ടൊന്നും ഒന്ന് യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂ ഒക്കെ നിങ്ങളുടെ കാര്യം ചെക്ക് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. എന്താണ് ആ വ്യക്തിക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളോട് പറയാനുള്ളത്? ആ വ്യക്തിക്ക് പറയാനുള്ളത്, ഞാൻ ലോയലായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. ഞാൻ ലോയലായിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. ഒരു സമ്മർ ടൈം എനിക്ക് കാണുന്നുണ്ട്. പൊതുവേ ചൂടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. വാട്ട് എൽസ്? യെസ്, കണ്ടോ? ഇത് കരിയർ റീഡിംഗ് അല്ല, ഇത് മെയിനായിട്ടുള്ള ലവ് റീഡിംഗ് ആണ്. കണ്ടോ? ലവ് റീഡിംഗ് ആണ്, ഇത് കരിയർ റീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ആ വ്യക്തിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. വരുന്നു എന്ന് തന്നെയാണ് കേട്ടോ. ആ വ്യക്തി എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന്. ഇനി ഇതിൻ്റെ എക്സ്റ്റൻഷൻ വേണം, നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊരു റീഡിങ് ആവശ്യമുണ്ട്, ക്ലാരിറ്റി കിട്ടാമെന്ന് ഫീൽ ചെയ്താൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.